സ്ത്രീയുടെ മാനത്തിന് ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന പുരുഷാധിപത്യ സമൂഹത്തിൽ ബലാത്സംഗമാണ് സ്ത്രീകളെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും മികച്ച ആയുധമായി നരാധമന്മാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക സുഖം ലക്ഷ്യമിട്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളാൽ സ്ത്രീകളെ പീഡനത്തിനിരയാക്കുന്നുണ്ട്. അതിജീവിതമാരുടെ എണ്ണം കൂടുമ്പോൾ തന്നെ നിയമത്തിനു മുമ്പിൽ അവർ നിസ്സഹായരായി നിൽക്കുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം കൂടിയാണിത്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും 3 പേരെ കൊല്ലുകയും ചെയ്ത കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിക്ക് ഒരു കൂട്ടം സ്ത്രീകൾ കൊടുത്ത ശിക്ഷ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നു. നാഗ്പൂർ സ്വദേശിയായ ഭരത് കാളിചരൺ യാദവ് എന്ന അക്കു യാദവിനെ കോടതി മുറിക്കുള്ളിലിട്ട് വകവരുത്തിയ സംഭവമാണത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല, എന്നാൽ സഹികെട്ടാൽ ചിലപ്പോൾ അതുണ്ടാകും. അതാണ് അക്കു യാദവിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗിനെ വെല്ലുന്ന രീതിയിൽ നാഗപ്പൂർ കസ്തൂർബ നഗറിലെ തെരുവുകളെ വിറപ്പിച്ച അക്കു യാദവിന്റെ ജീവിതം ഇത്തരം ക്രിമിനൽ ചിന്താഗതിയുള്ളവർക്ക് ഒരു പാഠമാണ്. ആയിരത്തി 1990കളിലാണ് കസ്തൂർബ നഗറിൽ ഭീതി വിതയ്ക്കുന്ന ഗുണ്ടാത്തലവനായി അക്കു യാദവ് മാറിയത്. ഏതാണ്ട് 10 വർഷത്തിലധികം കാലം അയാൾ അവരെ അടക്കി ഭരിച്ചു. തനിക്ക് തോന്നുന്ന സ്ത്രീകളെയെല്ലാം ബലാത്സംഗത്തിനിരയാക്കി, പണവും സാധനങ്ങളുമൊക്കെ പിടിച്ചു പറിച്ചു. സ്വന്തം ഗുണ്ടാസംഘമുണ്ടാക്കി നാട്ടിൽ വിലസിയ അക്കുവിനെ പോലീസ് തൊട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവരയാൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്തു. പാവപ്പെട്ട ഗ്രാമീണർ അക്കുവിനെ കൊണ്ട് പൊറുതിമുട്ടി. പലരും പേടിച്ചു നാടുവിട്ടു. കൊലകളും അതിക്രൂരമായ ബലാത്സംഗങ്ങളും കവർച്ചകളുമൊക്കെയായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കുറ്റവാളിയായി അക്കു യാദവ് അതിവേഗം വളർന്നു. കച്ചവടക്കാരെല്ലാം അക്കുവിന് ചുങ്കം കൊടുക്കണം. അത് മുടക്കിയാൽ മൃഗീയമായി മർദ്ദിക്കും. ആരെങ്കിലും പോലീസിൽ പരാതി കൊടുത്താൽ അത് പിൻവലിക്കാതെ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനാകില്ല. ആളുകൾ പരസ്പരം ഇടപഴകാൻ പോലും അയാൾ അനുവദിച്ചിരുന്നില്ല. നാട്ടിൽ ഭയം വിതച്ച് അക്കു പ്രദേശവാസികളെ മുഴുവൻ അടിമകളെ പോലെയാക്കി. തനിക്കിഷ്ടമുള്ളതൊക്കെ തട്ടിയെടുത്തു. സ്വർണ്ണക്കമ്മൽ കവരാൻ ചെവിയർക്കുകയും മോതിരമെടുക്കാൻ വിരൽ മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന കൊടും ക്രൂരതയായിരുന്നു അക്കുവിൻ്റേത്. ആഗ്രഹം തോന്നുന്ന സ്ത്രീകളെ പ്രായഭേദമന്യേ അയാൾ ഇരയാക്കി. 10 വയസ്സുള്ള പെൺകുട്ടി വരെ അക്കുവിൻ്റെ കാമവർക്ക് ഇരയായിട്ടുണ്ട്. വീടുകളിൽ അതിക്രമിച്ചു കയറി പുരുഷന്മാരെ ആക്രമിച്ച ശേഷം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അക്കുവും കൂട്ടാളികളും ചേർന്ന് ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ അയാളുടെ കുപ്രസിദ്ധി വർദ്ധിപ്പിച്ചു. വിവാഹ പിറ്റേന്ന് പോലും അക്കുവിനിരയായ പെൺകുട്ടികളുണ്ട്. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയും മുമ്പ് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ അവരിൽ ചിലരെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങി. അവിടെ തുടങ്ങുന്നു അക്കു യാദവിൻ്റെ പതനത്തിൻ്റെ കഥ. ഉഷാ നാരായൺ എന്ന സ്ത്രീയുടെ ധൈര്യമാണ് അക്കുവിനെതിരെ സംഘടിക്കാൻ ആളുകൾക്ക് പ്രചോദനമായത്. തനിക്കെതിരെ പരാതി കൊടുത്ത ഉഷയെ പാഠം പഠിപ്പിക്കാനായി അക്കുവും സംഘവും വീട്ടിലെത്തിയെങ്കിലും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് അവർ ധൈര്യപൂർവ്വം പ്രതികരിച്ചു. ഗത്യന്തരമില്ലാതെ ഗുണ്ടാസംഘം മടങ്ങി. ഇതറിഞ്ഞതോടെ 2004 ഓഗസ്റ്റ് 6 അക്കുവിനെതിരെ ജനം തെരുവുകളിൽ തടിച്ചുകൂടി. കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് അക്കുവിൻ്റെ കൂട്ടാളികളെ ആക്രമിച്ചു. അക്കു യാദവിൻ്റെ താമസ സ്ഥലത്തേക്കും അവർ പാഞ്ഞു കയറിയതോടെ അയാൾ പോലീസിന് മുമ്പിൽ അഭയം തേടി. പോലീസ് അക്കുവിനെ കസ്റ്റഡിയിലെടുത്തു. അടുത്ത ദിവസം അക്കുവിനെ നാഗപ്പൂർ ജില്ലാ കോടതിയിൽ ഹാജരാക്കി. 500-ലധികം പേർ അന്ന് കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയിരുന്നു. അക്കുവിന് രഹസ്യമായി ആയുധം നൽകാനെത്തിയ വിശ്വസ്തനെ ആളുകൾ ബഹളം കൂട്ടിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് താൻ പകരം ചോദിക്കുമെന്ന് അലറിക്കൊണ്ടാണ് അക്കു യാദവ് അന്ന് പോലീസിനൊപ്പം മടങ്ങിയത്. 6 ദിവസം കഴിഞ്ഞാണ് അയാളെ വീണ്ടും കോടതിയിലെത്തിച്ചത്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അയാൾ പുറത്തു കടക്കുമെന്ന് ആശങ്കപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകൾ അന്ന് കോടതി മുറിയിലേക്ക് ഇരച്ചെത്തി. അവരെ പരിഹസിക്കുകയാണ് അക്കു ചെയ്തത്. താൻ ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ അയാൾ വേശ്യയെന്ന് വിളിച്ചു. രോഷമണപൊട്ടിയ ആ പെൺകുട്ടി ചെരുപ്പ് കയ്യിലെടുത്തുകൊണ്ട് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഇത് കണ്ടുനിന്ന മറ്റു സ്ത്രീകളും അക്കുവിന് നേരെ തിരിഞ്ഞു. അവർ അയാളുടെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞു. അടിയും ചവിട്ടുമേറ്റ് അയാൾ നിലത്തു വീണു. അക്കുവിൻ്റെ പീഡനത്തിനിരയായ ഒരു സ്ത്രീ കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി കൊണ്ട് അയാളുടെ ജനനേന്ദ്രിയം അറുത്തുമാറ്റി. 70ഓളം കുത്തുകളും വെട്ടുകളുമേറ്റ് നാഗപ്പൂർ ജില്ലാ കോടതി മുറിയിലെ മാർബിൾ തറയിൽ അക്കു യാദവിൻ്റെ രക്തം പരന്നൊഴുകി. വർഷങ്ങളോളം തങ്ങൾ നേരിട്ട ക്രൂരതകൾക്ക്, അപമാനത്തിന് അന്ന് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ 200 സ്ത്രീകളോളം ആ കോടതിയിലെത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത്. കേസെടുത്തപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും കുറ്റം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായെത്തി. അറസ്റ്റ് ചെയ്ത സ്ത്രീകളെയെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2012 അക്കു യാദവിൻ്റെ അനന്തരവൻ അമർ യാദവിനെയും ചിലർ കൊലപ്പെടുത്തി. അക്കു യാദവിൻ്റെ സമാനതകളില്ലാത്ത ക്രൂരതകളും കസ്തൂർബ നഗറിലെ ധീരവനിതകളുടെ കഥയും ഇന്ത്യൻ പ്രിഡേറ്റർ മർഡർ ഇൻ എ കോർട്ട് റൂം എന്ന പേരിൽ പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ സീരീസായി.
40-ലധികം സ്ത്രീകളെ അക്കു യാദവ് ബലാത്സംഗത്തിന് ഇരകളാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. 3 പേരെ കൊലപ്പെടുത്തിയതായാണ് പോലീസ് റെക്കോർഡുകളിലെങ്കിലും അക്കുവിൻ്റെ ഇരകൾ അതിലേറെ വരുമെന്നാണ് സൂചന. ആണഹന്തയുമായി പെണ്ണിനെ പിച്ചു ചീന്താനെത്തുന്നവർക്ക് അക്കു യാദവിൻ്റെ ജീവിതം വലിയൊരു മുന്നറിയിപ്പാണ്.